ആമേൻ. സന്തോഷമുള്ള എല്ലാവരും കരമർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വേണ്ടി വരുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെ നാമത്തിൽ സ്നേഹമെന്ന് നാം സങ്കീർത്തനമായിലേക്ക് കടന്നു പോകുകയാണ്. സമയം പറന്നു പോകുന്നല്ലോ. അവൻ സ്തോത്രം ചെയ്യുന്നത് എന്തുകൊണ്ട് നാം സങ്കീർത്തനം ആരാധനകൾ വായിക്കുന്നു? കാരണം അത് ചടങ്ങും പാരമ്പര്യവുമായതുകൊണ്ടല്ല, ദൈവവചനം അത് അനുശാസിക്കുന്നത് കൊണ്ടും. 1-ാം നൂറ്റാണ്ടിൽ ഭക്തന്മാർ ആത്മനിറവിൻ കാലത്ത് അവൻ കൂടി വരുമ്പോൾ അവർ ചെയ്തിരുന്ന രീതികൾ, അവരുടെ ആരാധനകൾ സങ്കീർത്തനം ഭാഗമായിരുന്നുവെന്ന് ഉള്ളതുകൊണ്ട് മാത്രമല്ല, അത് പ്രബോധിപ്പിക്കുന്നതും ആത്മനിറവിന്റെ വചനങ്ങളും ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെട്ടതുമായതുകൊണ്ട് ഏതൊരു മനുഷ്യാത്മാവിനും താതാത്മ്യം പ്രാപിപ്പാനും ഒപ്പം പ്രബോധനം പ്രാപിപ്പാനും കാമ്യവുമായതുകൊണ്ട് അവൻ നാം അത് ചെയ്യുന്നു. അല്ലാതെ ചടങ്ങായതുകൊണ്ടോ റിച്വൽ ആയതുകൊണ്ടല്ല. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്നത് കൊണ്ടിന്ന് പകൽക്കാലം 32-ാം സങ്കീർത്തനം, മനോഹരമായ മാനസാന്തരത്തെ കുറിച്ചുള്ള 32-ാം സങ്കീർത്തനം അവൻ സ്തോത്രം ചെയ്യുന്നു. ചേർന്ന് പാടി രാജാവിനെ ആരാധിക്കാം. ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ് അപ്പ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി ലോർഡ് ആൻഡ് ലെറ്റ്സ് റീഡ് അവൻ സ്തോത്രം Psalm 32 റെസ്പോൺസിബിലിറ്റി. 32-ാം സങ്കീർത്തനം അവൻ സ്തോത്രം ചെയ്യുന്നു. ദാവീദിന്റെ രാജാവിന്റെ ഒരു സങ്കീർത്തനമാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ആ സങ്കീർത്തനം ചേർന്ന് അവൻ ദാവീദിന്റെ ധ്യാനം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ 32 എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. 32-ാം സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ നിലക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളൂ. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവൽ കഴുതയെയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിക്കാതിരിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ദിവസം താനിരിക്കാമല്ലോ. വളരെ മനോഹരമായ what a beautiful song it is. അവൻ ഇതിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുന്നവന് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും, വളരെ ആനന്ദിപ്പാൻ കഴിയും, മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു മനോഹര സങ്കീർത്തനമാണ്. മാനസാന്തരത്തെ കുറിച്ചും അവൻ സ്വപ്നം ചെയ്യുന്നു. റിപ്പന്റൻസിന്റെ പല സ്റ്റെപ്പുകളെ കുറിച്ചും അതിനകത്തുണ്ട്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എങ്കിലും സിമ്പിൾ ഭാഷയില്, വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയില് നമുക്ക് ആ സങ്കീർത്തനം കൂടി ഒന്ന് ഓടിപ്പോകാം. സമയം കൊടുമ്പോൾ ചുരുക്കമായതുകൊണ്ട് അവൻ സ്വപ്നം ചെയ്യുന്നു. ജീവിതത്തിന്റെ അനുഭവത്തിൽ ദാവീദ് രാജാവ് പാടിയ മനോഹരമായ ഗാനം നോക്കൂ. അവിടെ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് അവൻ സ്വപ്നം വലിയ മർമ്മമാണ്. അവൻ സ്വപ്നം ചെയ്യുന്നു. ഇതാണ് പിശാചിന്റെ തലയെ കാൽവറിയിൽ തകർത്തു എന്ന് പറയുന്ന മർമ്മം. പിശാചിന്റെ ക്ലവർനെസ്, ഹെഡ് എന്ന് പറഞ്ഞാൽ ഗിൽട്ടിൽ മനുഷ്യനെ പിടിച്ചവനെ തകർക്കുക, കുറ്റബോധത്തിൽ അവനെ ആക്കി തകർക്കുക. ആരാധനയ്ക്ക് വന്നാലും ദൈവത്തെ നിന്നോട് ക്ഷമിക്കാൻ കഴിയത്തില്ല. ഞാൻ അവിടെ വരെ എത്തിയില്ല. സത്യമാണ്, നമുക്കത് ബോധ്യം വേണം. കുറവിനെ കുറിച്ച് നല്ല അറിവ് വേണമെന്നുള്ള സത്യമാണ്. പക്ഷെ ഗിൽറ്റി കോൺഷ്യൻസ് ആകരുത് നിന്നെ ദൈവസന്നിധിയിൽ ഇരുത്തുന്നത്. നിങ്ങൾ കുറ്റബോധം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാനസാന്തരത്തോട് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരാം. അല്ലാതെ കുറ്റബോധത്തോടെ ദൈവത്തോട് അങ്ങനെ കുറ്റബോധം വന്നാലും കുഴപ്പം. അത് ദൈവിക കുറ്റബോധമുണ്ട്, സ്വന്തം മാനുഷിക കുറ്റബോധമുണ്ട്. ഈ രണ്ട് കാര്യം വ്യത്യസ്തമാണ്. ദൈവിക കുറ്റബോധം നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. എന്നാൽ മറ്റൊരു കുറ്റബോധമുണ്ട്, മാനുഷിക കുറ്റബോധം. അത് നിന്നെ ദൈവത്തോട് അകറ്റിക്കളയും. നിങ്ങൾ നോക്കിയാൽ ആദമിനെ അവയെ നോക്കിയാൽ മതി. പാപം ചെയ്തിട്ടും അവൻ ഒംനിഷ്യന്റായ ഗോഡിന് ഹി നോസ് ദാറ്റ് ദേ സിൻ. സകലവും കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ നഗ്നതും മലർന്നതുമായിരിക്കുന്നു.
ആരംഭത്തിന് മുമ്പിൽ അവസാനം അറിയുന്ന ദൈവത്തിന് എന്തിന് ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ സകലവും he is knowledgeable about. അവൻ അറിയാം എന്ന് വെച്ചുകൊണ്ട്, അറിവുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ദൈവം തന്റെ അധികാരത്തിൽ എടുത്തൊരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. എല്ലാവർക്കും ചോയ്സ് കൊടുക്കുന്ന അവൻ സ്വതന്ത്ര മനുഷ്യൻ നന്മതന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിക്ഷേപണം തിന്നപ്പം തന്നെ അവൻ ചോദിച്ചു. അതിന് മുമ്പ് ദൈവത്തിന്റെ ആഗ്രഹം നീ ചൂസ് ചെയ്യേണ്ട, ഞാൻ ചൂസ് ചെയ്യാന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. God didn't want you and me to be stressing about your future. പക്ഷെ നമ്മൾ മനുഷ്യരായ നമ്മളാണ് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തത് ആദമോ ഹവ്വയെ തിന്നു കഴിഞ്ഞപ്പോൾ നോക്കണം, അവൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു. അവർക്ക് കുറ്റബോധം ഉണ്ടായി, കുറ്റബോധമില്ല, വിളിക്കേണ്ട കാര്യമില്ല അല്ലേ? അവൻ സ്വന്തം ഗിൽറ്റി ഫീലിംഗ് ഇല്ലെങ്കിൽ ദൈവം വരുമ്പോൾ അവൈലബിൾ തരാം, അങ്ങനെ ചിന്തയാണ്. പക്ഷെ അവർക്ക് കുറ്റബോധം ഉണ്ടായി. എന്നാൽ ബൈബിൾ പറയുന്നു അവൻ കുറ്റബോധം, മാനുഷിക കുറ്റബോധമുണ്ട്, ദൈവിക കുറ്റബോധമുണ്ട്. ദൈവിക കുറ്റബോധം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുമ്പോൾ മാനുഷിക കുറ്റബോധം ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റും. ബൈബിൾ പറയുന്നു ആദമും ഹവ്വയും ദൈവത്തിനടുക്കൽ ഓടി വന്നോ? ഇല്ല. അവരെന്ത് ചെയ്തു? ഒളിച്ചു, ഹൈഡ് ചെയ്തു. അതേപോലെ തന്നെയാണ് അവൻ യൂദാസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ, ബൈബിൾ എവിടെ നോക്കിയാലും ദൈവികമല്ലാത്ത കുറ്റബോധങ്ങൾ അവരെ തന്നെ ഒടുക്കുമ്പോൾ, നശിപ്പിക്കുമ്പോൾ ദൈവികമായ കുറ്റബോധം ദൈവത്തിലേക്ക് അവരെ മടക്കി വരുത്തും. ഇവിടെ നാം വായിക്കുന്നു, അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ഈ പിശാചിന്റെ വലിയ തന്ത്രമായിരുന്ന കുറ്റബോധത്തിൽ മനുഷ്യനെ കുരുക്കി, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല, അത് ദൈവ വഴിയൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ട് അതിനേക്കാൾ ഭേദം. കാരണം ചിന്ത ഇങ്ങനെ അവരെ കൊണ്ടുവരാൻ പോകുന്ന പിശാച് നോക്ക്, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് എപ്പോഴും കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത്. എന്നാ പാപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുറ്റബോധം വല്ലതും വേണോ? വേണ്ട. അവന് സ്ട്രെസ് ഇല്ല, തെറ്റ് ചെയ്യുന്നൊരു ശങ്കയില്ല, ഒരു കോൺഷ്യൻസിന്റെ പ്രിക്കും വേണ്ട, എങ്ങനെയും ജീവിക്കും. അപ്പോൾ അവൻ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പറയും, ഓ ഈ ദൈവസന്നിധിയിലൊക്കെ പോയി എപ്പോഴും ഈ വചനവും കേട്ട് കുത്തും കേട്ട് അല്ലെങ്കിൽ അവൻ ഹൃദയവും മുറിപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതെന്താ? പാപത്തിന് ജീവിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ. ഇതായിരുന്നു പിശാചിന്റെ തന്ത്രം. ദൈവത്തോട് ഒരിക്കലും അവനെ അടുപ്പിക്കരുത്, അവന്റേതായ വഴികൾ അവനെ ജീവിപ്പിക്കണം, വചനത്തോട് മനുഷ്യനെ അകറ്റിക്കളയണം. ഈ തന്ത്രത്തെ എങ്ങനെ തകർത്തു ചോദിച്ചു കഴിഞ്ഞാല് അവൻ സ്വന്തം ലംഘനം, ക്ഷമിക്കുന്ന അവസ്ഥ, പാപത്തെ മറയ്ക്കുന്ന അവസ്ഥ. അതെങ്ങനെയാ നടന്നു അറിയാമോ? കാൽവറി കുരിശിന്മേലെ പരമയാഗത്താൽ ദൈവം പറഞ്ഞു, നീ വേറെ ഒന്നും ചെയ്യണ്ട. അവൻ നിന്റെ പാപത്തെ കുറിച്ച് ബോധം, എല്ലാവർക്കും പാപത്തെ കുറിച്ച് ബോധമുണ്ടാകും. അവൻ കോൺഷ്യൻസ്, ദൈവിക അവൻ ചൈതന്യമാകുന്ന ആ മനസാക്ഷി എന്നൊരു കാര്യം മനുഷ്യൻ ഉള്ളിടത്തോളം കാലം തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്നൊരു ബോധ്യത ഉള്ളിലുണ്ടാകും. അതിനെ ഇഗ്നോർ ചെയ്ത് പലപ്പോഴും മനുഷ്യൻ പോയാണ് കഠിന ഹൃദയമാക്കി, കല്ലാക്കിയിട്ടാണ് മനുഷ്യൻ ദോഷം ചെയ്യുന്നത്. അവൻ തെറ്റാണെന്നുള്ള അറിവ് എല്ലാവരെ കുറിച്ചും എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പോൾ കുറ്റബോധം വരുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു കർത്താവ് വെച്ചൊരു വഴി. അവൻ പാപികളുടെ ശിക്ഷ പുത്രന്റെ മേലാക്കി. അവൻ ഒരു പാപവും ചെയ്തായിരുന്നിട്ടും അവനെ തകർത്തു. എന്നിട്ട് ദൈവം സിമ്പിളായിട്ട് വെച്ചു, മനുഷ്യ കുറ്റബോധം ഉണ്ടാകുമ്പോൾ ഇനി നീ നിന്റെ വഴികൾ നോക്കി നിന്റെ പാപത്തെ മറയ്ക്കാൻ ശ്രമിക്കണ്ട. അവൻ എന്റെ പുത്രൻ നിനക്ക് വേണ്ടി വന്ന് നിന്റെ സകല പാപങ്ങൾ, ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്ന സകല പാപങ്ങളെയും അവൻ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. നീ എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ മതി അല്ലേ? വളരെ സിമ്പിൾ. വിശ്വസിച്ചാൽ മതി. നീ വിശ്വസിച്ചാൽ മതി. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കും. അവരുടെ ദൈവം അവൻ കാളവന്റെ ഉടയവനെയും കഴുതന്റെ യജമാന്റെ പുത്രത്തെയും അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ദൈവം സങ്കടം പറയുന്ന ആ ഭാഗത്ത് വഴിയിൽ നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെണ്മയാക്കും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഭാഗത്ത് ദൈവം മുൻകണ്ട ഒരു പദ്ധതിയാണ് അവൻ യേശുവിൽ കൂടിയുള്ള രക്ഷണീയ പദ്ധതി. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഞാനും നിങ്ങളെ കൊണ്ട് വന്നിട്ട് യേശു കർത്താവേ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു, എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല കർത്താവേ. എന്നാൽ അവിടുത്തെ ഓമനപുത്രൻ താണഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് എന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്ന് പകല് എനിക്ക് വേണ്ടി മധ്യസ്ഥം കഴിക്കുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ രക്തം കൊണ്ട് എന്റെ പാപങ്ങളെ കഴുകി പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം കഴിക്കുന്ന ഒരു ദൈവം, ഒരു കർത്താവ് നമുക്കുണ്ടെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ അവൻ തന്നു. അവിടെ നോക്കണം, ഞാൻ എന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്തില്ല, സിമ്പിൾ ബിലീവ് ചെയ്തു.
ആ പറഞ്ഞത് മാത്രം എന്ത് ചെയ്തു? ബിലീവ് ചെയ്തു. അവിടെ ബിലീവ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ലംഘനം ക്ഷമിച്ചു. കാരണം അതാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുകയും മനസാന്തരപ്പെടണം. നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്നവൻ മാമോദിസയിൽ ആരോട് ചേരണം? യേശുവിന്റെ മരണത്തോടും പുനരുദ്ധാനത്തോടും ഒന്നാവണം. ഈ ഒരു മർമ്മദാസ്. അതുകൊണ്ട് ബൈബിൾ പറയും, സ്നാനത്തിൽ നീ അവനെ ഇടുകയാ. ആരെ ഇടുകയാ? യേശുവിനെ ഇടുകയാ. അതാണ് 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ എന്തൊരു ഭാഗ്യമാ പ്രിയമുള്ളവരെ. അവൻ ഒന്നും ചെയ്തില്ല, കുറവുള്ളവനായിരുന്നിട്ടും ജസ്റ്റ് അവൻ പാപികളെ നീതീകരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുക മാത്രം ചെയ്തു. 5 പൈസ കൊടുത്തില്ല, മെഴുകുതിരി കത്തിച്ചില്ല, അവൻ മറുകണ്ഠം ചാടിയില്ല, പുണ്യ തീർത്ഥാടനങ്ങൾ നടത്തിയില്ല, യാതൊരു പ്രവൃത്തിയുമില്ല. പാപം സമ്മതിച്ചു, വിശ്വസിച്ചു, പുത്രനിൽ കൂടിയുള്ള രക്ഷയെ, പുത്രനെ ചുംബിച്ചു, അവന്റെ ഉള്ളിലേക്ക് കയറി ഒളിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഇത്രയേ അവർ ചെയ്തുള്ളൂ. അവിടെ പറയാ, ലംഘനം എന്ത് ചെയ്തു? പാപം എന്ത് ചെയ്തു? ഇതാണ് ദൈവത്തിന്റെ വലിയ പദ്ധതി. ക്ലവർനെസ് ഓഫ് ഡെവിളിനെ തലയെ തകർത്ത പദ്ധതി. ഇന്ന് അവൻ അതുകൊണ്ട് മനുഷ്യൻ ഈ സത്യം സഭയിൽ എല്ലാ ദിവസവും പ്രസംഗിക്കപ്പെടണം. എവറി മൊമെന്റ് ഓർപ്പിക്കണം. നീ ഗിൽറ്റി കോൺഷ്യൻസോടെ വന്ന് ആരാധിക്കാതിരിക്കണമല്ല. കുറ്റബോധം വേണം. നിന്റെ കുറവിനെ കുറിച്ച് എന്നാൽ നീ വന്നിട്ട് ഏറ്റുപറയണം. ഇല്ലെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്ത് ബ്ലെസ്സിംഗ് ഉള്ളത്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർക്ക്. ലംഘനം ക്ഷമിക്കാതെയും പാപം മറച്ചും കിട്ടാതെ ഇരിക്കുന്നവർക്കുള്ള കഷ്ടങ്ങൾ എന്താണെന്നും അവൻ തിക്താനുഭവങ്ങൾ എന്താണെന്നും ഈ സങ്കീർത്തനം നോക്കിയാൽ കാണാൻ കഴിയും. നോക്കണം, ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ കാര്യം, ഈ കർത്താവിന്റെ രക്ഷയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ ക്രിസ്തുവിൽ നീ മറയുമ്പോൾ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. ആ രക്ഷയുടെ പദ്ധതി ജസ്റ്റ് ഏറ്റുപറച്ചുകൊണ്ട് തീരുന്നില്ല. നീ അവന്റെ മരണത്തെ, ദൈവം ഒരുക്കിയ നീതി പ്രവൃത്തിയെ അംഗീകരിച്ച് അതിനോട് താതാത്മ്യം എങ്ങനെ വിശ്വസിച്ച് സ്നാനം വെക്കണം. അതിനുള്ളിൽ കയറുന്നവരെയും ഇതുവരെയും ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത് ഒരു സഭയുടെയും പഠിപ്പിക്കലല്ല, ക്രിസ്തുവിന്റെ വചനം പഠിപ്പിക്കുന്നു. യേശു ഒരു സഭയുണ്ടാക്കിയുള്ളൂ. നിങ്ങൾ പോകുന്ന എല്ലാ സംഘടനകളുടെ ചട്ടക്കൂട്ടിൽ കിടന്ന് കറങ്ങാതെ നിത്യവചനത്തെ, സത്യവചനത്തെ, ആകാശവും ഭൂമിയും മാറിപ്പോയാലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത വചനത്തെ വിശ്വസിക്കണം. രക്ഷയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നീ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, അവൻ സ്വന്തം. അടുത്തതായി യേശു, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യയാഗം മരണത്തോട് നീ ചേരുന്നു. അവൻ യേശുവിനെ ഇടുന്നു. മാമോദിസയിൽ വിശ്വസിച്ചുള്ള മാമോദിസയിൽ നിങ്ങൾ യേശുവിനെ ഇടുകയ. കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് ദൈവവചന വിരുദ്ധമാണ്. നിങ്ങൾ വ്യാജം കാണിക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് തിരിച്ചുപോയി നീ ചെയ്താൽ സ്വന്തം അഴിച്ചതിനെ വീണ്ടും നീ കിട്ടുന്നവനായി വചന ലംഘിയായിട്ട് തീരും. ലംഘനത്തിലേക്ക് വീണ്ടും പോകാനല്ല നിന്നെ വിളിച്ചത്. സത്യം പറയണം. നീ മാമോദിസയ്ക്ക് വിളിച്ച പറയണം, ആമേൻ സ്വന്തം സ്നേഹമുണ്ട്. മാമോദിസ അവിടെ വന്ന് ഞാൻ ആമേൻ പറയുമ്പോൾ എന്റെ ദൈവം വെച്ച വഴിയെ തെറ്റിച്ച് പഠിപ്പിക്കുന്നു. ഞാൻ ആമേൻ പറയുന്നവനാകും. എനിക്ക് ചെയ്യാൻ നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ മാമോദിസ ഏകമേ ഉള്ളൂ. അത് വിശ്വസിച്ചുള്ള മാമോദിസ, മാനസാന്തരപ്പെട്ടവർക്കും ഏറ്റുപറഞ്ഞവർക്കുമുള്ള മാമോദിസ. അല്ലാതൊരു മാമോദിസ ഇല്ലെന്ന് വചനത്തിൽ നിന്ന് അസംയുക്തമായി, അത് അപ്പനോടാണേലും അമ്മയോടാണേലും രക്തബന്ധങ്ങളോടാണ് പറയാൻ ചങ്കൂറ്റം വേണം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നെ കുറിച്ച് ലജ്ജിക്കുന്നവനെ കുറിച്ച് ഞാൻ ലജ്ജിക്കും. ആരെയും താഴ്ത്തിക്കെട്ടണ്ട, പക്ഷെ സ്നേഹത്തിൽ സത്യവചനം ഓർപ്പിക്കണം. മടങ്ങി വരട്ടെ. ഇവിടെ അവൻ സ്വന്തം പാപം ക്ഷമിച്ചു കിട്ടിയാലുള്ള ഗുണം ഒന്നാമത്തെ കാര്യമാണ്. അവൻ ആരാണ്? ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം കോടികളുള്ളതല്ല ബ്ലെസ്സിങ്. അപ്പനോ അമ്മയോ വീടോ നാടോ കൂടോ ജോലിയോ അവൻ നല്ല കുടുംബം, അതൊന്നും അല്ല ബ്ലെസ്സിങ്. നിന്റെ പാപം മറച്ചു കിട്ടിയതുപോലൊരു ബ്ലെസ്സിങ്, ലംഘനം ക്ഷമിച്ചു കിട്ടിയതുപോലെ ബ്ലെസ്സിങ്, നിന്നെ വിശുദ്ധനായി ദൈവം കാണുന്ന പോലൊരു ബ്ലെസ്സിങ്. വേറെ തുല്യമായി കോടികൾ കിട്ടിയാലോ സ്വർഗത്തിൽ എത്തിയാൽ പോലും അതൊന്നും അവൻ ഒന്നുമല്ല. എന്നെ പാപവിമുക്തനായി സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അവൻ
വെണ്മയായി. പക്ഷേ റിയാലിറ്റിയില് എന്റെ ജീവിതം ഒരു മെസ്സാ, ഞാൻ അൺഫെയ്ത്ത്ഫുൾ പേഴ്സണാ. പക്ഷെ എന്റെ ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് കൃപയാൽ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ പ്രവർത്തികളൊന്നും അതിന് കാരണമല്ല. അവൻ എന്റെ ജീവിതത്തെ വെണ്മയാക്കി മാറ്റിയ കൃപ, അതൊരു ഭാഗ്യം തന്നെയാ പ്രിയമുള്ളവരെ. ഒന്ന്, അവൻ ഭാഗ്യവാനാകും. രണ്ട്, അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ സംഭവിക്കുന്നത് മാനസാന്തരപ്പെടുമ്പോൾ, അതിലെ ഒരു ഘടകമാണ് മാനസാന്തരപ്പെടുമ്പോൾ നാം ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വരും, പിന്നെ നമ്മൾ അത് ഏറ്റുപറയും. കൺഫെക്ഷൻ. അപ്പോൾ അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ സ്വന്തം അവിടെ നാം വായിക്കുകയാ, അവൻ സ്വന്തം ചെയ്യുന്നു. നീ പാപത്തിന്റെ കുറ്റം എന്ത് ചെയ്യും? ക്ഷമിച്ചത്. ഒന്നാമത്തേത് ഭാഗ്യവാനായി ഞാൻ തീർന്നു. 2, പാപത്തിന് കുറ്റമുണ്ട്, കൺവിക്ഷൻ ഉണ്ട്. അതിന് ശിക്ഷ. പാപത്തിന്റെ കുറ്റം എന്താ? അതിന്റെ കൺവിക്ഷൻ എന്തോ? പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ കുറ്റം ക്ഷമിക്കും. റിപ്പന്റൻസിന്റെ ബ്ലെസ്സിംഗ് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത്. എന്റെ പാപത്തിന്റെ കുറ്റം എന്റെ ദൈവം ക്ഷമിക്കും. അപ്പോൾ ഓരോ ദിവസവും റിപ്പന്റൻസ് വേണമെന്ന് പറയുമ്പോൾ ഇന്ന് നീ ചെയ്ത പാപം എന്താണ്? ലക്ഷ്യം തെറ്റുമ്പോ പാപമാ. നീ പോയി വ്യഭിചാരം. എവറി മൊമെന്റ് വെൻ യു മിസ് ദ പോയിന്റ്, മിസ് ദ മാർക്ക്, sin. ദൈവം നിന്നെ വിളിച്ച വഴികൾ നീ വിശ്വസ്തനാകാതിരിക്കുമ്പോൾ ലക്ഷ്യം തെറ്റി, പാപം. അങ്ങനെ ഏറ്റു പറയുമ്പോൾ പാപത്തിന്റെ കുറ്റം ക്ഷമിക്കും. ഒന്ന്, ഭാഗ്യവാനാണ്, അവൻ ഭാഗ്യവാനാകും. 2, പാപത്തിന്റെ കുറ്റം അവനോട് ദൈവം എന്ത് ചെയ്യും? ക്ഷമിക്കും. അടുത്തത്, അവൻ സ്വന്തം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ കിട്ടും. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് പ്രാർത്ഥന. പൊതുക്കനം ഉറങ്ങാൻ കാരണം ലംഘനമുണ്ട്. അത് ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല? ഭക്ഷിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയില്ലാതെ ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് അവന്റെ പുറമെയുള്ള പ്രസംഗമോ ആരാധനയോ അവന്റെ കഴിവോ താലന്തുകളോ ഒന്നുമല്ല. അവന്റെ പവർ ഹൗസ് എന്ന് പറയുന്ന പ്രാർത്ഥന ജീവിതമാണ്. അത് അറ്റാക്ക് ചെയ്യപ്പെടുമ്പോഴോർത്താണ് ലംഘനം നീ ഏറ്റു പറഞ്ഞിട്ടില്ല. പാപത്തിന്റെ കുറ്റം അങ്ങനെ ഓർത്തണം. ലംഘനം നീ രക്ഷിക്കപ്പെട്ട അങ്ങനെയുള്ള ലംഘനം ആ ഇൻസ്റ്റന്റിൽ ശ്രമിച്ചു, അത് വീണ്ടും വരുന്നില്ല. പക്ഷെ നീ ഓരോ നിമിഷവും നിന്നിൽ തെറ്റ്. ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം കുറവുകൾ, അവിശ്വസ്തതകൾ. ചെയ്യണമെന്ന് ദൈവം പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നത് ദൈവം ചെയ്യുകയും ചെയ്യുന്ന കുറവുകൾ ഒരു സെക്കൻഡ്, ഒരു മൊമെന്റ് ജീവിതത്തിൽ കടന്നു വരികയോ. അപ്പോഴത്തേക്ക് അതിന് ക്ഷമ വേണം. ഇവിടെ ഞാൻ മാനസാന്തരപ്പെട്ട് ഏറ്റു പറയാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ക്ഷമിക്കപ്പെടുമ്പോൾ പറയുക, അത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് അവനോട് നീയും പ്രാർത്ഥിക്കാൻ ഒരു ഒഴുക്ക് കിട്ടും. ഇന്ന് പകൽക്കാലം മൊത്തം പ്രയർ ലൈഫിൽ ബാധിക്കപ്പെട്ട ഞാനാണേലും നിങ്ങളാണേലും ഏറ്റുപറ, മറച്ചു വെക്ക, ദൈവത്തോട് പറ, ലംഘനം ഏറ്റുപറ, ഉപേക്ഷിക്കുക. പഴയ ഫെർവറൻസിന്റെ വിശുദ്ധ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഏറ്റുപറ. പ്രാർത്ഥിക്കാൻ ഒഴുക്ക് കിട്ടുമ്പോൾ ലംഘനം ക്ഷമിച്ചാൽ ഒരു ഗുണം, പ്രാർത്ഥിക്കാൻ ഒഴുക്ക് കിട്ടും. ഭാഗ്യവാനാണ്, പാപത്തിന്റെ കുറ്റം ക്ഷമിക്കും, പ്രാർത്ഥിപ്പാൻ. അവൻ ദൈവത്തെ കണ്ടെത്താകുന്ന കാലത്ത്. ലുക്ക്, ഈ പല ടൈമുകളുണ്ട്. ദൈവം, അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു, ദൈവം അടുത്തിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഫേവറബിൾ ടൈം. നാളെ അവൻ നീ വിളിച്ചാൽ പോലും ദൈവം കേൾക്കാത്ത അകലത്തിലേക്ക് മാറുന്ന ഒരു ദിവസം വരും. അന്ന് ചങ്ക് പൊട്ടിക്കറിയും. ശൗല്, ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് എനിക്ക് സമയമില്ല വിവരിക്കാൻ. ശൗൽ എന്നൊരു ക്യാരക്ടർ എടുക്കണം. ദൈവം ചൂസ് ചെയ്തതാണ്. ശൗൽ എന്ന് പറഞ്ഞൊരു രാജാവ്, ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ്, മനോഹര രൂപിയായി ദൈവം സെലക്ട് ചെയ്തവൻ, തോള് മുതൽ പൊക്കമുള്ളവൻ, കഴിവുകളോ ഒക്കെ ഉണ്ടായിരുന്നവൻ. എന്നാൽ ഇൻവേർഡ്ലി അവൻ കേപ്പബിൾ അല്ല, ദൈവം കേപ്പബിൾ ആക്കിയവൻ. അവൻ എത്ര ഓപ്പർച്യൂണിറ്റി ദൈവം കൊടുത്തു മാനസാന്തരപ്പെടാൻ. ദൈവം അടുത്തിരുന്ന സമയം മാനസാന്തരപ്പെട്ടില്ല. പിന്നീട് ദൈവം വിട്ടുപോയി. എന്താർത്തനെ കണ്ടു. ഇന്ന് പകൽക്കാലം സഹോദര സഹോദരി, നിന്നെ വിളിച്ച വിളിയിൽ ഇഫ് യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ, God will find someone else in your place. ഞാൻ അവിശ്വസ്തനായ എന്റെ സ്ഥാനത്ത് ദൈവം ഓരോരുത്തരെ കാണും. ഞാനും എന്റെ പിതൃഭവനം എന്ത് ചെയ്യും? ജോനാഥാൻ നല്ലൊരു മോനായിട്ട് രക്ഷപ്പെട്ടോ? ശൗലിന്റെ മക്കളെല്ലാം മരിച്ചു. അവസാനം ശൗൽ എങ്ങനെയാ കൊല്ലാൻ
ആയുധവാഹനോട് പറഞ്ഞു, അവൻ കൊല്ലാതിരുന്നപ്പോൾ വാളിന്മേൽ അവൻ തന്നെ വീണു. സൂയിസൈഡ്. കാരണം ദൈവം അടുത്തിരുന്നപ്പോൾ ദൈവം പലപ്പോഴും നിന്നോട് സംസാരിക്കും, ഇടപെടും. നീ ഭീതിപ്പെടുത്തുകയല്ല, ഭീതിയുടെ ആവശ്യമൊന്നുമില്ല, റിപ്പന്റ് ചെയ്താൽ മതി, മടങ്ങി വന്നാൽ മതി. പക്ഷെ ദൈവം റിയല കേട്ടോ. അടുത്തിരിക്കുന്ന സമയത്ത് ശൗല്, പിന്നെ അവസാനം ശൗല് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഉത്തരം. എന്നിട്ട് അവൻ ചെയ്തു നോക്കുവാൻ അഴിച്ചതിനെ വീണ്ടും പണിതു. ദേശത്ത് സകല സകുനവാദികളെയും, അല്ലേ, അവൻ സകല സൈക്കിക്സിനെയും കൊന്നൊടുക്കിയവൻ. ദൈവശബ്ദം കേൾക്കാൻ എങ്ങോട്ടാ പോകുന്നറിയാമോ? പ്രശ്നക്കാരുടെ കുഞ്ഞെ, ദൈവം അടുത്തിരിക്കുമ്പോൾ ചെവിക്ഷിക്കും, അകന്നു പോയാൽ. അതുകൊണ്ട് കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിക്കാൻ കൃപ. ദൈവം അകന്നു പോയിട്ട് കിടന്ന് നെഞ്ചത്തടിച്ചിട്ട് ഉപവസിച്ച് മണിക്കൂറുകൾ കിടന്ന് യാതൊരു കാര്യമില്ല, ദൈവം കേൾക്കില്ല. കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിക്കാൻ ഒരു കൃപ കിട്ടുന്ന മാനസാന്തരപ്പെട്ടാൽ നാളെ നിന്റെ ജീവിതം കയ്പും നിരാശയും തകർച്ചയുമായി കഴിയുമ്പോൾ നീ ഉപവസിക്കണം. God won't hear you. അതുകൊണ്ടാണ് പറയുന്നത് മാനസാന്തരപ്പെടണം. നോക്കണം, ആ പ്രാർത്ഥനയ്ക്ക് ഒഴുക്ക് കിട്ടും. അടുത്തത് എന്ത് സംഭവിക്കുന്നു? പെരുവെള്ളങ്ങൾ വരും, അല്ലേ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നത് കൊണ്ട് പ്രശ്നമില്ലെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പെരുവെള്ളങ്ങൾ, ഫ്ലഡ്സ് വരും. അതുകൊണ്ട് ആ ബൈബിൾ യേശു പറയുമ്പോൾ as he says about the parable, വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനും തമ്മിലുള്ള കമ്പാരിസൺ പറയുമ്പോൾ, ആഴത്തിൽ കുറിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോടവൻ തുല്യം. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണൽമേൽ വീട് പണിതു, മണ്ണിൽ അടിസ്ഥാനമിടാതെ. ബുദ്ധിയുള്ളവൻ പാറമേലിട്ടു. ഞാൻ പാറമേലിട്ടോട് കാറ്റ് വന്നില്ലെന്നാണോ? ഇല്ല, രണ്ടിന്മേലും കാറ്റ് വന്നു, മഴ വന്നു, പ്രശ്നങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ടവന്റെ വീട് തകർന്നില്ലെന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കണേ, ലംഘനം ഏറ്റുപറഞ്ഞ് പാപങ്ങൾ മറച്ചു കിട്ടിയത് കൊണ്ട് നിനക്ക് പ്രശ്നമില്ലെന്നല്ല. ദൈവം ചില പ്രശ്നങ്ങൾ അനുവദിക്കാം, കൊടുങ്കാറ്റുകൾ അനുവദിക്കാം. പ്രശ്നത്തിൽ നീ തളർന്നു പോകരുത്. എന്നാൽ ഇവിടെ ഓർക്കണം, അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ്, പാപക്ഷമ കിട്ടിയവനാണ്, മാനസാന്തരപ്പെടുന്നവനാണ്. അവന്റെ പ്രത്യേകത ഇല്ല, പെരുവെള്ളം അവന്റെ പ്രാണനോളം എന്ത് ചെയ്യത്തില്ല. ക്യാൻസർ ഉണ്ട്, രോഗമുണ്ട്, കഷ്ടമുണ്ട്, കുടുംബത്തിൽ തകർച്ചകളുണ്ട്. എന്നാൽ ഈ പെരുവെള്ളം അവന്റെ പ്രാണന് മീതെ കവിഞ്ഞവൻ തകർന്നു പോകാൻ, ഇല്ലാതെ പോകുവാൻ ദൈവം എന്ത് ചെയ്യത്തില്ല. അത് അമാനസാന്തരപ്പെട്ടാൽ ഒരു ഗുണം, പെരുവെള്ളം അവന്റെ പ്രാണനോളം കവിഞ്ഞു വരികയില്ല, എത്തുകയില്ല. അടുത്തായിട്ടുള്ള ഗുണം എന്താ? മാനസാന്തരപ്പെട്ടാൽ അവൻ സ്വന്തം ദൈവം നിനക്ക് എന്തായിട്ട് മാറും. ശത്രു നിനക്കെതിരെ നിന്റെ പാപം നിമിത്തം അറ്റാക്ക് ചെയ്യാൻ കടന്നു വരുമ്പോൾ ദൈവം അവനെ മറയ്ക്കും. മാനസാന്തരപ്പെട്ടേച്ച് പറഞ്ഞ സമയം പറഞ്ഞ പിൻ പോയിന്റ് പറഞ്ഞ പോകുക. അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തതായിട്ട് എന്ത് നിനക്ക് ഗുണമുണ്ട്? അവൻ സ്വന്തം കഷ്ടങ്ങളുണ്ട്. യേശു പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്തെങ്കിലും ധൈര്യം. പിന്നെ ലോകത്തെ, പക്ഷെ ഇവിടെ പറയുന്നു മാനസാന്തരപ്പെടുന്നുള്ള ഗുണം കഷ്ടത്തിൽ സൂക്ഷിക്കും. When problems come, he will hide you, he will protect you. സൂക്ഷിക്കും നിന്നെ. അതുകൊണ്ട് പകൽ മാനസാന്തരപ്പെടാൻ സഭയെ തീരുമാനിക്കാം. അടുത്തത് താഴ്വായിട്ട് തീർന്നില്ല. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് എന്നെ ചുറ്റും. പ്രശ്നങ്ങളുണ്ട്, വലിയ തിരമാലകളും വെള്ളപ്പൊക്കങ്ങളും ഉണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്. പക്ഷേ രക്ഷയുടെ സന്തോഷം വിട്ടുപോകുന്നില്ല. മാനസാന്തരപ്പെടുന്നത് എല്ലാ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അവന്റെ മുഖത്ത് പുഞ്ചിരി. അവന് പറയാൻ വിടുവിക്കുന്ന ദൈവത്തെ കുറിച്ച് മാത്രം. രക്ഷയുടെ ഉല്ലാസഘോഷം ഇത് തന്നെ കണ്ടിട്ടാണ് മാനസാന്തരപ്പെടുന്ന ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ എന്ത് ചെയ്യണേ.
കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് രക്ഷയുടെ സന്തോഷം. അവൻ നിന്നെ ചുറ്റും നിന്നെ പോലെയും ഹല്ലേലൂയ അവൻ സ്വന്തം ചെയ്യുന്നു. ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റും അവൻ സ്വന്തം ചെയ്യുന്നു. അവന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ആനന്ദമുണ്ട്. അവൻ അടുത്തത് ഉള്ള ഗുണം അവൻ സ്വന്തം. അതിന്റെ 8ാമത്തെ വാക്യത്തില് അവൻ ഉപദേശമുണ്ട്. ആരിൽ നിന്ന് ഉപദേശം? മനുഷ്യന്റെ ഉപദേശമല്ല, ദൈവം. ഞാൻ നിന്നെ ഉപദേശിക്കും. ബൈബിൾ പറയുക, നീ മാനസാന്തരപ്പെടുന്ന നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം. ദൈവം ഉപദേശിച്ചാലുള്ള ഗുണം സമാധാനമാണ്. കുഞ്ഞെ പീസ് ഉണ്ട്. ഏത് പ്രശ്നത്തിൽ നോക്കൂ, അവൻ ഉപദേശിക്കും. മാത്രമല്ല പോകേണ്ടുന്ന വഴി കാണിക്കും. നീ പൊട്ടക്കണ്ണന്റെ മാവേലിയർ പോലെ ജീവിക്കേണ്ട ആവശ്യം നിനക്ക് വരത്തില്ല. കാരണം റിപ്പന്റ് ചെയ്യണം. തെറ്റുകളെ കണ്ടേറ്റു പറയണം. തെറ്റുകൾ ഏറ്റു പറയാത്തവനോട് ദൈവം അടുത്തിരിക്കുന്നില്ല, അവനോട് സംസാരിക്കുന്നില്ല. കർത്താവെ, കുറവല്ലേ, ക്ഷമിക്കണമേ, നിന്നെ സംശയിച്ചു പോയി. നിന്നെ ഞാൻ സന്തോഷിച്ചില്ല കർത്താവെ. എന്റെ പ്രശ്നങ്ങൾ എന്നെ കീഴടക്കാൻ ഞാൻ സമ്മതിച്ചു കർത്താവെ. നിന്നെ മറന്ന് ഞാൻ ജീവിച്ചു പോയി കർത്താവെ എന്ന് ദൈവസന്നിധി ഏറ്റു പറയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ചെയ്യുന്നു. ഒരിക്കലും വഴി കാണാൻ കഴിയത്തില്ല. ദൈവനോട് ക്ഷമിച്ചോ, ഞാൻ പോകുന്ന ശരിയായിട്ടുള്ള വഴിയാണോ? എപ്പോഴും നീ കൺഫ്യൂഷനിലായിരിക്കും. എന്നാൽ ഇവിടെ പാപങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞ് സ്വന്തം മാനസാന്തരപ്പെടുമ്പോൾ അവിടെ പറയുക, സ്വന്തം ചെയ്യുന്നു. പോകണമെന്ന വഴി കാണിക്കുക മാത്രമല്ല, കാണിച്ചു തരും. ഈ വിൽ ക്ലാരിറ്റി തരും നീ പോകണമെന്ന വഴി. അടുത്തത് പ്രത്യേകത, ദൃഷ്ടി വെച്ച്. നമുക്ക് വേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ പ്രവാചകന്മാരുടെ അടുക്കലൊക്കെ ഓടി ഓടി പോകുമ്പോ സത്യം അങ്ങനെ പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നീ മാനസാന്തരപ്പെട്ട് റിപ്പന്റ് ചെയ്താല് കണ്ണു വെച്ച ആലോചന അല്ലേ, ദൃഷ്ടി വെച്ചാലും എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. റിപ്പന്റ് ചെയ്ത് അടുത്ത് വരുമ്പോൾ കണ്ണുകൊണ്ട് നിന്റെ പാതകളെ നോക്കി ചുമ്മാ അങ്ങ് പൊട്ടക്കണ്ണന്റെ മാവേലിനെ പോലെ കണ്ട് പ്രവാചകന്മാര് ഞാൻ നിന്നെ വാലല്ല തലയാക്കും, ഇന്ന ദിവസം ഇത്ര ദിവസം ഒരുപക്ഷെ കിട്ടുമായിരിക്കും. ഒന്നുമല്ല, കണ്ണു വെച്ച് വരുന്ന അനർത്ഥങ്ങളെ കണ്ട് നിനക്ക് വചനത്തെ കൂടി അറിയിച്ചു തരും. എന്തൊരു മഹത്വമാ പ്രിയമുള്ളവർ. റിപ്പന്റ് ചെയ്ത ഹല്ലേലൂയ. ദൃഷ്ടി വെച്ച് നിനക്കാലോ എന്ന് പറഞ്ഞു തീർന്നില്ല. സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തില് ആശ്രയം വെച്ചിട്ട് മാനസാന്തരപ്പെടുമ്പോൾ 10ാമത്തെ വാക്യത്തില് സ്വന്തം ചെയ്യുന്നു. ദയ കൊണ്ട്, ലവിങ്. അവിടെ ദയ മലയാളത്തിലെ പദം പോലെ ലവിങ് കൈൻഡ്നസ് എന്നാണ് പറയുന്നത്. സ്നേഹിക്കുന്ന ദയ. ദയ കൊണ്ടങ്ങ് അവിടെ 103 സങ്കീർത്തനത്തില് അപ്പൻ മക്കളോട് ഏറ്റു പറയും. ഹല്ലേലൂയ. അതാണ് 103 സങ്കീർത്തനത്തിൽ പറയുന്നത്. സ്വന്തം ചെയ്യുന്നു. എന്തുകൊണ്ട്? എന്നെ യഹോവയെ വാഴ്ത്തുക, എന്റെ സമാന്തരമേ, എന്റെ വിശുദ്ധ എന്നെ യഹോവയെ വാഴ്ത്തുക. ഉപകാരങ്ങളൊന്നും അവൻ എന്തൊക്കെ ചെയ്യുന്നു? അകൃത്യമൊക്കെ, സകല രോഗങ്ങളെ എല്ലാം കണക്റ്റഡാ. ബൈബിൾ എന്ന് പറഞ്ഞ വചനം ഇന്റർലിങ്ക്ഡാ. ചുമ്മാ ഒരു പ്രസംഗമല്ല, ഇത് ഇന്റർലിങ്ക്ഡാ. കീപ്പിംഗ് റിപ്പന്റൻസ്, മാനസാന്തരം, ഏറ്റുപറച്ചിൽ. അടുത്ത് വരുമ്പോൾ നീതിമാന്മാരായി ക്ഷമ പ്രാപിച്ചവരോട് പറയുന്ന ഒരു കാര്യമാണ് സന്തോഷിച്ചുല്ലാസം. അവർക്ക് സന്തോഷിച്ചുല്ലസിക്കാൻ കഴിയും. അടുത്തത് സ്വന്തം ചെയ്യുന്നു. ഷൗട്ട് ഓഫ് ജോയ്. കാരണം അവൻ ഹൃദയപരമാർത്ഥിയ, മറച്ചു വെച്ചിടപെടുന്നവനല്ല. തുറന്ന എല്ലാ കുറ്റവും മറച്ചു വെക്കാൻ അവനില്ല. ഹൃദയപരമാർത്ഥി ആയതുകൊണ്ട് അവൻ ഘോഷിച്ചുല്ലസിക്കാൻ അവനെ കൊണ്ട് കഴിയും. മാനസാന്തരത്തിന്റെ ഗുണങ്ങളാണ്. മാനസാന്തരമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞോട്ടെ. സ്വന്തം ചെയ്യുന്നു. ഇവിടെ നാം കാണുന്നു സ്വന്തം ചെയ്യുന്നു. ഒന്നാമത്തെ വിഷയം, പാപം മറക്കത്തില്ല, ലംഘനം ക്ഷമിക്കത്തില്ല, അകൃത്യം കണക്കിടും. സ്വന്തം ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ ഒന്നാമതാണ്. ഒരിക്കലും മാറത്തില്ല. പാപത്തിന്റെ ശമനം മരണത്തിന് വിധിക്കപ്പെടും. അടുത്തതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, നിത്യമായ ഞരക്കം, എന്നും ഇറ്റേണൽ ഗ്രോണിങ്. ജോയ് ഇല്ല. നീ ഇന്നും കർത്താവിനെ അറിഞ്ഞിട്ടും നിത്യമായ ഞരക്കമാണെങ്കിൽ കുഞ്ഞെ മാനസാന്തരപ്പെടണം. ഗ്രോണിങ് ഇൻസൈഡ്.
ദൈവകൃപ ഏറ്റെടുക്കാൻ കഴിയാതെ, ആനന്ദിക്കാൻ കഴിയാതെ നീ സെക്ലൂഡഡ് ആണെങ്കിൽ, ദിസ് ദ പ്രോബ്ലം. പാപം ഏറ്റുപറഞ്ഞിട്ടില്ല, ലംഘനം, കുറവ് ഏറ്റുപറഞ്ഞു. ലംഘനം നിങ്ങൾ എണ്ണപ്പെട്ട പാപം ചെയ്യണമെന്നൊന്നുമില്ല. നിൽക്കാത്ത വിശ്വാസത്തിന് ഉത്ഭവിക്കാത്തൊക്കെ എന്തുവാ? If you are unable to believe that God will bless you, that is sin. നീ ആരാധനയ്ക്ക് വരിക, പക്ഷെ വിശ്വാസമില്ലെങ്കിൽ that's sin. നമ്മൾ എണ്ണപ്പെട്ട പോയി, ഞാൻ അത് ചെയ്തില്ല, കുടിച്ചില്ലല്ലോ, അല്ലെ ഇത് ചെയ്തില്ല. Come on man, if you don't believe. നീ ആരാധനയ്ക്ക് വരുന്ന, പാടുന്നു, സ്തോത്രം ചെയ്യുന്നു, പക്ഷെ ദൈവത്തെ നിനക്ക് വിശ്വാസമില്ല. പാപം ചെയ്യുക, ഓരോ മൊമെന്റ് നീ പാപം ചെയ്യുക. അവൻ സ്വന്തം ചെയ്യുന്നു. താഴ്ത്ത് വായിക്കുമ്പോൾ അവൻ അതിനെക്കുറിച്ച് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നാ പറയുന്നത്. ഈവിൾ ഹാർട്ടാണ്. അവൻ മടങ്ങി വരട്ട്, ഒന്ന് അവന്റെ ഒന്നും ക്ഷമിക്കപ്പെടുകയില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. അസ്ഥികൾ എന്ത് ചെയ്യും? അതിന്റെ അർത്ഥം നീ ടയേർഡായിരിക്കും, ഭയങ്കര ടയേർഡായിരിക്കും. സൈലൻസ് ആകല്ലേ, കുറവേറ്റ് പറയണം. നാലാമനെ കേട്ടാവേ എങ്ങനെ സംശയിച്ചു. തളർച്ചകളും കൊടുങ്കാറ്റുകളും പെരുങ്കാറ്റുകളും എന്നെ ഒതുക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുത്തു. നിന്നിൽ ആനന്ദിപ്പാൻ വിശ്വസിപ്പാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. കുറവ് ക്ഷമിക്കാൻ. എനിക്ക് ആനന്ദം ഈ ഭൂമിയിൽ എവിടെ? നിന്റെ സന്നിധിയിൽ ഞാൻ എവിടെ പോയാൽ റിജോയ്സ് ചെയ്യുന്നു. എപ്പോഴും രോഗവും കഷ്ടങ്ങളും എന്നെ കാണുന്നതിന് ആകപ്പാടെ എനിക്ക് ആനന്ദം തരുന്നത് എവിടെയുള്ളൂ അറിയാമോ? ദൈവത്തിന്റെ പ്രസൻസിലേ ഉള്ളൂ. അവിടെ വന്ന് ഞാൻ സന്തോഷിക്കാതെ പോകുന്ന കുറവിനോട് ക്ഷമിക്കണേ കർത്താവേ. ഏറ്റു പറയണം. താഴെ വായിക്കുമ്പോൾ അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു. അസ്ഥികള് അവൻ ക്ഷയിച്ചു. അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തത് നിത്യമായ ഞരക്കം, ദേ ലോങ് ഗ്രോണിംഗ്. ഇന്ന് പകൽ ഏറ്റു പറഞ്ഞെല്ലുകൾ ക്ഷമിക്കപ്പെടത്തില്ല. അവൻ സ്വന്തം കണ്ടു, ലംഘനവും പാപവും അകൃത്യവും. അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു. അസ്ഥികള് ക്ഷയിക്കും, നിത്യമായ ഞരക്കം എന്നെ പിടിക്കും. തീർന്നില്ല, രാവും പകലും ദൈവത്തിന്റെ കൈ നിനക്കുണ്ടാകും. ആ കൈ നിനക്ക് ഭാരമാകുന്ന കൈയല്ല കേട്ടോ. ദൈവത്തിന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ വലം കൈ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. 118-ാം സങ്കീർത്തനം പറയുമ്പോൾ നീ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല, നിന്റെ വലം കൈ എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു പറയുമ്പോൾ, ഇവിടെ നീ കുറവ്, അവിശ്വസ്തത, അവിശ്വാസം ഏറ്റു പറയാതിരിക്കുമ്പോൾ കൈ നിനക്ക് മനസ്സായി വരും. അവൻ സ്വപ്നം ചെയ്യുന്നു. ഇവിടെ നാം വായിക്കുന്നു, രാവും പകലും നിന്റെ കൈ എനിക്ക് എന്റെ മേലെ ഹെവിയായിരുന്നു. അങ്ങനെ ഹെവിയായി വരുമ്പോഴില്ല നിന്റെ മജ്ജ, ബോണിലെ മാരോ അത് ഉണങ്ങിപ്പോയ പോയി കേട്ടോ, ക്ഷയമാണ്. ആമേൻ. വേനൽ ചുട്ടുപഴുത്ത മണലാരണ്യം അനുഭവമാണ് നിന്റെ ജീവിതം. ലംഘനം ക്ഷമിക്കാത്ത മനുഷ്യർ ഒരിക്കലും ഒരു സ്വസ്ഥതയില്ല. ബൈബിൾ പറയുന്നു, ദുഷ്ടൻ കടൽ അവൻ തിരക്ക് കടൽ തിര അടച്ച് എപ്പോഴും സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം അവൻ. അങ്ങനെ ജീവിക്കാനല്ല ദൈവമക്കളെ എന്നെ നിങ്ങളെ ദൈവം വിളിച്ചേക്കുന്നത്. ദുഷ്ടന്റെ വഴിയിൽ നടക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. അവൻ സ്വന്തം മജ്ജ പറ്റിയവരെ പോലെ ഉണങ്ങി ജീവിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. അവൻ തീച്ചുളകൾ കൂടി അവൻ ഉഷ്ണത്തിൽ തളർന്നു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. വ്യത്യസ്തനായിരിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിന്റെ ആരംഭം, ഏറ്റുപറയാത്ത അവരെ ദുഷ്ടന്മാരുടെ ഗണത്തിൽപ്പെടുത്തും. അവർക്കുള്ളൊരു പ്രത്യേകതയാണ്, അവൻ വളരെ വേദനകൾ ഉണ്ട്. ദുഷ്ടൻ എന്തുകൊണ്ട് വളരെ വേദനകൾ. ഇന്ന് പകൽക്കാലം പറയുക സാവേ, എന്നാൽ അതിൽ നിന്ന് എന്നെ വിടുവിക്കേണ്ടൊക്കെ വേണം. നീ കടന്നു രക്ഷണീയ പദ്ധതി 2000 വർഷങ്ങൾക്ക് മുമ്പ് തികച്ച് ഞാൻ മുമ്പ് കേട്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ എനിക്ക് വഴിയൊരുക്കിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ തീരുമാനിക്കുന്നു, എന്റെ ലംഘനം ഞാൻ മറച്ചു വെക്കത്തില്ല. എന്റെ ലംഘനം ഞാൻ ഏറ്റുപറയുമെന്ന് അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ. അവൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകത്യം മറച്ചതുമില്ല. ഏറ്റുപറഞ്ഞു ഉപേക്ഷിപ്പാൻ ഇന്ന് പകൽക്കാലം മാനസാന്തരത്തിലേക്ക് വരാം. നല്ലൊരു കാര്യം, അസംഗത്തിൽ ഒരു കാര്യം മുന്നറിയിപ്പുണ്ട്. അവിടെ പറയുക, പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകാം, സ്നാനപ്പെട്ടവരാകാം, അഭിഷേകം പ്രാപിച്ചവരാകാം, യേശുവിനെ സ്നേഹിക്കുന്നവരാകാം. ഒരു ഗൈഡൻസ് പരിശുദ്ധം പറയാ, ബുദ്ധിയില്ലാത്ത കുതിരയും കോവക്കഴുതയും പോലെ ആകല്ലേ നീ.
എന്നോട് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ വരുന്നൊരു വചനമാണ്. ബുദ്ധികെട്ട കുതിര ബുദ്ധിയില്ലാതെ ശരിയാ, കുതിര യുദ്ധത്തിലൊക്കെ ഭയങ്കര, പക്ഷെ യുദ്ധത്തിൽ പറഞ്ഞ് ഈ ബുദ്ധിയില്ലാത്ത കുതിര ഇത് കാണുന്നിടത്തോടൊക്കെ എന്നെ ഓടും. അന്നേരമാണ് നീ ബുദ്ധിയില്ലാതായ ദൈവം ഇടും നിനക്ക് കടിഞ്ഞാണിടും. കാരണം നീ തോന്നിയവാസം നിന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് കണ്ടിടത്തോടല്ല ഓടുക. ശുദ്ധ എല്ലാം ശരി, ഇതും ശരി, അതും ശരി. നിന്നെ അങ്ങനെ വിളിച്ചാലോ, നിന്നെ വിളിച്ച സ്ഥലത്ത് വിശ്വസ്തനായിരിക്കാൻ 37-ാം സങ്കീർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞാൻ വായിക്കുമ്പോൾ സെനറ്റിലൊക്കെയും ഹൗസ് ലീഡർ തുടങ്ങുമ്പോൾ 37 കർത്താവേ ദേശത്ത് പാർത്ത് നിന്നെ ആക്കി വെച്ചിടത്ത് പാർത്ത് വിശ്വസ്തതയായിരിക്കാതെ നീ അങ്ങും ഇങ്ങോട്ട് ഓടി നടന്നാൽ ദാറ്റ് ഇസ് നോട്ട് ദ പർപ്പസ്. ദൈവം നിന്നെ വിളിച്ചത് അവിടെ നീ ഗ്രോ ചെയ്യാൻ, നിനക്കൊരു വലിയ പ്രൊവിഷൻ ദൈവം തന്നിരിക്കുക. പക്ഷെ എന്റെ കണ്ണിന് അത് കാണാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, നീ അങ്ങും ഇങ്ങെല്ലാം ഓടുമ്പോൾ ദൈവം പിന്നൊരു രക്ഷയില്ല. കാരണം ദൈവത്തിനോട് സ്നേഹമാണ്, നിന്നെ തകർക്കാനായിട്ടല്ല. അവൻ സ്വന്തം ബുദ്ധിയില്ലാതെ നീ വരുമ്പോൾ, കോവർക്കഴുതിയെ പോലെ ആകുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ, കടിഞ്ഞാണും അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പെട്ടിട്ട് നിന്നെ ഒതുക്കാൻ വേറെ നിവൃത്തിയില്ല. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, കർത്താവിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കല്ലേ. കടിഞ്ഞാനും മുഖപ്പെട്ട് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് തിരിയാനും കംപ്ലീറ്റ്ലി. അങ്ങനെ വരുമ്പോഴാണ് ഓർത്തോണം പൗലോസ് പറയുന്നത്, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പറയുക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു കടിഞ്ഞാണ്, ഒരു മുഖപ്പെട്ട സ്നേഹമുള്ള കേട്ടോ. നീ ഒബീഡിയന്റ് ആയിട്ട് വന്നാൽ, നീ ഈൽഡ് ചെയ്ത് റിപ്പന്റ് ചെയ്ത് ഓരോ നിമിഷവും സെക്കൻഡ് വളരെ സെൻസിറ്റീവ് ആയിരുന്നു. താവേ എന്നോട് പാവം നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടാൽ അൺനെസസറിലി ദൈവം നിനക്ക് കടിഞ്ഞാണേണ്ടി വരത്തില്ല, ആ രോഗം നിനക്ക് തരേണ്ടി വരത്തില്ല, ആ ഡിപ്രഷൻ നിനക്ക് തരേണ്ടി വരത്തില്ല, ആ ബ്രോക്കൺനെസ് നിനക്ക് തരേണ്ടി വരത്തില്ല. അവൻ ആ കുത്താൻ ദൂതനെ തരേണ്ടി വരത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ പൊടി അവന് അറിയുന്നു, നമ്മുടെ അവസ്ഥ അറിയുന്ന ഒരു ദൈവം. അവൻ നാം പൊടിയെന്നവന് ഓർക്കുന്നു. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന് അറിയാം എന്ന് നമുക്ക് വേണമെന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ മാനസാന്തരപ്പെടാൻ തീരുമാനിച്ച കർത്താവേ, ഐ വിൽ ലുക്ക് ബാക്ക് ഇൻ ടു മൈ വേസ്. എന്റെ വഴികളെ നോക്കി ഞാൻ റിപ്പന്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ കർത്താവിനെ മുഖപ്പെട്ട ഇടേണ്ടി വരത്തില്ല, കടിഞ്ഞാണ് ഇടേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ബുദ്ധിയില്ലാത്തവരെ പോലെ നമ്മളായിത്തീരാതിരിക്കാൻ അവൻ സ്വന്തം നമ്മെ ദൈവത്തിന് അടക്കി വാഴേണ്ടതിന്, ഇല്ലെങ്കിൽ ഒതുക്കേണ്ടതിന്, ചിലപ്പോൾ നിന്റെ കുടുംബജീവിതത്തിന്റെ ഭാര്യയാകാൻ നമ്മുടെ ഭർത്താവിനെ ആകാമാക്കുന്നത്. കാരണം നീ കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് വരുന്നില്ല. നിന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കർത്താവ് ചെന്ന് അനുവദിക്കും. കർത്താവ് ഇടുന്ന അനുവദിക്കും. പിശാച് തകർക്കാനായിരിക്കും അത് കൊണ്ടുവരുന്നത്. പക്ഷെ ദൈവം അത് യെസ് പറയുമ്പോൾ കർത്താവിന്റെ ലക്ഷ്യം നിന്നെ തകർക്കാന്നുള്ളതല്ല, വിശ്വസ്തയിൽ കാത്തു വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ കളങ്കമറ്റവനായി നിന്നെ നിർത്താൻ. ഇന്ന് പകൽക്കാലം അങ്ങനെ പോകാൻ നമുക്ക് കർത്താവ് ഇന്ന് എനിക്ക് റിപ്പന്റൻസ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ, so that those things may not come into my life which is not easy. സാത്താന്റെ ദൂതനെ കുത്താൻ കിട്ടിയാൽ ഈസി അല്ലത്. നിത്യമായി നരക്കം കൊണ്ട് നീ വലയും. എന്നാൽ എന്ന് പറയാ കർത്താവെ, ആ ഒരു ലെവലിലേക്ക് നീ പോയിട്ട് അങ്ങനെ ആകാൻ കർത്താവെ എനിക്കിടയാകാതെ ഇന്ന് എനിക്ക് മനസ്സാകും. എന്റെ വഴികളെ കണ്ടേറ്റ് പറഞ്ഞ് ഉപേക്ഷി മടങ്ങി വരാൻ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. അവൻ ഘോഷിച്ചുല്ലസിപ്പാന് അവൻ സ്വന്തം ചെയ്യുന്നു. ദയ കൊണ്ട് നമ്മെ ചുറ്റുവാന് അവൻ സ്വന്തം സന്തോഷിച്ചാനന്ദിപ്പാന് ദൈവം നമുക്ക് ഇടയാക്കും. അതുകൊണ്ട് സമർപ്പിക്കാം നമുക്ക് മാനസാന്തരത്തിനായി. ഓരോ നിമിഷവും കുറുകളെ കണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് അടുക്കുമ്പോൾ ക്രിസ്തുവാകുന്ന തലയോളം വളരും. അവന്റെ പ്രതിമയോട് അനുരൂപമായി ഞാൻ രൂപാന്തരപ്പെടും. സാങ്ക്ടിഫിക്കേഷനിലേക്ക് എന്നെ നടത്തി അടുത്ത ഗ്ലോറിഫിക്കേഷനിലേക്ക് എന്നെ എടുക്കും. നൊടിയിടയിലെ കാഹളങ്ങൾ ധ്വനിക്കുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. പ്രധാന ദൂതന്റെ അവൻ ആരവത്തോടും അവൻ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി കർത്താവ് ഇറങ്ങി വരുമ്പോൾ കണ്ണുവെക്കുന്ന നൊടിയില്
ബ്ലിങ്കിങ് ഓഫ് ഐയിൽ നാം എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർന്നെടുക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ ഗ്ലോറിഫൈഡ് ബോഡിയിലേക്ക് എടുക്കപ്പെടും, അവനോട് കൂടി എന്നേക്കുന്നമാകും. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് പറയാം, വിശുദ്ധിയെ തികയ്ക്കാൻ സാങ്ക്ടിഫിക്കേഷനിൽ പോകാൻ കർത്താവേ റിപ്പന്റൻസ് എനിക്ക് താ, അതിലേക്ക് എന്നെ നടക്കുക എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ വനങ്ങളാൽ ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ.